തേജ കണ്ണു തുറന്നപ്പോൾ എന്തൊക്കെയോ മരുന്നുകളുടെ മണമാണ് മൂക്കിലേക്ക് തുളഞ്ഞു കയറിയത്. അവൾക്ക് ആ മണം അടിച്ചപ്പോൾ തന്നെ ഓക്കാനിക്കാനാണ് തോന്നിയത്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കുറെ വയറുകൾ തൂങ്ങിക്കിടക്കുന്നു. കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അവൾക്കപ്പോൾ തന്നെ തന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയമാണ് ഓർമ്മ വന്നത്. സന്തോഷ് ഡോക്ടർ അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് വന്നത്. എന്താ തേജസ്വിനി, താൻ ഞങ്ങളെ പേടിപ്പിച്ചല്ലോ. എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചത്? തല കറങ്ങാൻ മാത്രം എന്താണ് അവിടെ നടന്നത്? അപ്പോൾ മാത്രമാണ് തേജ ഹോട്ടലിൽ നടന്നത് ചിന്തിക്കുന്നത്. ഡോക്ടർ എനിക്ക് പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ തോന്നി. ആകെ അസ്വസ്ഥത തോന്നിയപ്പോഴാണ് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ പോവാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റത്. അതിനുശേഷം എന്താ പറ്റിയത്? എനിക്കറിയില്ല ഡോക്ടർ, മറന്നുപോയി. മറക്കുകയോ? എന്താ തേജസ്വിനി പറയുന്നത്? സത്യമാണ്, എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. നെഞ്ചു വേദനിക്കുന്നു. ഓക്കെ കൂൾ ഡൗൺ, സാരമില്ല, റെസ്റ്റ് എടുക്കൂ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവരുത്. ഉണ്ടായാൽ തനിക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. ഡോക്ടർ. എന്താ? എനിക്കൊരു കാര്യം അറിയണം. പറഞ്ഞോളൂ. എനിക്ക് ഹൃദയം തന്ന ആൾ ആരാണ്? എന്തിനാണ് ഇപ്പോൾ അതറിയുന്നത്? എനിക്കറിയണം. ഡോക്ടർ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞു. പിന്നീട് നടന്ന കാര്യം ചുരുക്കി പറഞ്ഞു. എനിക്ക് ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് തരാമോ? തേജസ്വിനി, ആ കുട്ടി മരിച്ചില്ലേ? പിന്നെ എന്തിനാണ്? എനിക്ക് തന്നോട് എന്തോ ഒരു വാത്സല്യം തോന്നി, അതാണ് എല്ലാം പറഞ്ഞത്. താൻ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, ഇതിനെക്കുറിച്ച് ആലോചിക്കരുത്. എന്നാൽ മാത്രം ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോഴല്ല, എല്ലാം ഭേദമാവട്ടെ എന്നിട്ട് പറഞ്ഞു തരാം. അവൾ തലയാട്ടി. അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡോക്ടർ പോയി. ഒരു ദിവസം മുഴുവൻ അവൾ ICUവിൽ ചെലവഴിച്ചു. അടുത്ത ഒരു ദിവസം ഒബ്സർവേഷനിലും കിടന്നു. പിന്നെ ഡോക്ടർ തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. സെമസ്റ്റർ പരീക്ഷയ്ക്കായി എല്ലാവരും പഠിക്കാൻ തുടങ്ങി. ചന്ദ്രദാസ് തന്നെ അവളെ രാവിലെ കൊണ്ടുവിടും. എക്സാം കഴിഞ്ഞാൽ ആദിയോ ഗൗരവോ ചരണോ ആരെങ്കിലും ഒരാൾ കൊണ്ടുവിടും. പരീക്ഷ കഴിഞ്ഞ് ഒരു 1.5 മാസം ലീവായിരുന്നു. അവസാന വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി എല്ലാവർക്കും ഒരു മിനി പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമേഖല തെരഞ്ഞെടുത്തു. ചന്ദ്രദാസിന്റെ നാട്ടിലെ പരിചയമുള്ളൊരു കൂട്ടുകാരന്റെ അടുത്ത് പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. അവർക്കറിയാവുന്ന ഒരു അസോസിയേറ്റ്സിന്റെ അടുത്ത് പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലയിലുള്ള കേസുകളെക്കുറിച്ച് ഒരു ചെറിയ സെൻസസ് പോലെയുള്ള പ്രോജക്റ്റാണ് തേജസ്വിനി തെരഞ്ഞെടുത്തത്. അവൾക്ക് താമസിക്കാൻ അച്ഛനെല്ലാം ഏർപ്പാടാക്കിയിരുന്നു. അവളുടെ ആരോഗ്യസ്ഥിതിയെല്ലാം തന്റെ ചങ്ങാതിയോട് പറഞ്ഞിരുന്നു. അവൾ വീണ്ടും ഡോക്ടറിനെ കണ്ടു. മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം നോക്കി ശരിയാക്കി മരുന്നെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് പോന്നു. 2 ദിവസം വീട്ടിലിരുന്നു. അതിനുശേഷം അമ്മയും അച്ഛനും കൂടി അവളെ കൂട്ടുകാരന്റെ വീട്ടിൽ എറണാകുളത്തേക്ക് കൊണ്ടാക്കി. കളമശ്ശേരിയിലായിരുന്നു ചന്ദ്രദാസിന്റെ കൂട്ടുകാരനായ ഉണ്ണിയുടെ വീട്. ഉണ്ണി ഒരു വക്കീലാണ്. ഉണ്ണിക്കറിയാവുന്ന കുറച്ചു പേരുടെ സെൻസസ് എടുത്തു വച്ചിരുന്നു. അത് പഠിച്ചിട്ട് എന്തെങ്കിലും സംശയമുള്ളത് അവിടെ വെച്ച് തന്നെ തീർക്കാനായിരുന്നു തീരുമാനം. ഉണ്ണിയുടെ വീട്ടിൽ ഭാര്യയും ഒരു മോനുമാണുള്ളത്. ഭാര്യ ജനനി, മോൻ ശ്രീജിത്ത് LLBക്ക് പഠിക്കുന്നു. ചന്ദ്രദാസ് അവരുടെ വീട്ടിലെത്തി. ഒരു ദിവസം നിന്ന് അടുത്ത ദിവസം തന്നെ തിരിച്ചുപോയി. രാവിലെ എഴുന്നേറ്റ് തേജു അടുക്കളയിലേക്ക് പോയി. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾക്ക് എല്ലാവരോടും അടുത്തിടപഴകാനായി. ജനനിയെ സഹായിക്കാൻ അവൾ അടുക്കളയിലേക്ക് പോയി. മോളെ എഴുന്നേറ്റോ, ദാ ചായ കുടിച്ചോ. അവൾ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി വന്ന് ചായ എടുത്തു കുടിച്ചു. ജിത്തു എഴുന്നേറ്റില്ലേ? ഇല്ല. ഇന്നെന്താ കോളേജിലേക്ക് പോകുന്നില്ലേ? ഉണ്ടാവും, ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാം. ജനനി മുറിയിലേക്ക് പോയി. മോള് നേരത്തെ എഴുന്നേക്കുമല്ലേ, ചന്ദ്രു പറഞ്ഞിരുന്നു. തേജു കണ്ണുമിഴിച്ചു നോക്കി. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അച്ഛനെ എല്ലാവരും ചന്ദ്ര എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടില്ല. അതാണോ കാര്യം? അവനെ ചെറുപ്പത്തിൽ കണ്ട പരിചയമല്ലേ. അവൻ അടുപ്പമുള്ളവരെല്ലാം ചന്ദ്രു എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ മോനെ ഞങ്ങൾ ജിത്തു എന്നാണ് വിളിക്കുക. മോളും അങ്ങനെ വിളിച്ചാൽ മതി. ശരി അങ്കിൾ. ചായയും കൊച്ചുവർത്തമാനവും കഴിഞ്ഞ് അവൾ കുളി കഴിഞ്ഞു വന്നു. ഡൈനിങ് ടേബിളിലിരുന്ന് ഉറങ്ങുന്ന ജിത്തുവിനെ കണ്ട് അവൾക്ക് ചിരി പൊട്ടി. അവൾ മേശയിലിരുന്ന ഉപ്പ് പാത്രത്തിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്ത് അവന്റെ ചുണ്ടിൽ തേച്ചു. അവന് ചുണ്ടിലെന്തോ ഉപ്പുരസം തട്ടിയപ്പോൾ മുഖം ചുളിഞ്ഞു. ഉപ്പിന്റെ ചവർ പറഞ്ഞപ്പോൾ അവൻ കണ്ണ് വലിച്ചു തുറന്നു. മുന്നിൽ തേജുവിനെ കണ്ട് അവൻ ചമ്മി. ജിത്തു എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. കഴിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ജിത്തു വേഗം കോളേജിലേക്ക് പോയി. മോളെ, എന്റെ സാറിന്റെ ഓഫീസിലേക്ക് പോകാം. അവരാണ് ഇവിടുത്തെ ലീഡിംഗ് അഡ്വക്കേറ്റ്സ്. ശരി അങ്കിൾ. എന്താ അവരുടെ പേര്? അലക്സ് ജോസഫ്, മാളിയേക്കൽ അലക്സ് ജോസഫ്. അതാണ് മുഴുവൻ പേര്. മുൻചുണ്ടിക്കാരനാണ്, പക്ഷെ പാവമാണ്.
ആർക്കും പിടികൊടുക്കില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അങ്ങേർക്ക് കലിയാണ്. അങ്ങേര് മോളെ എന്തെങ്കിലും പറയുവാണേ കാര്യമാക്കണ്ട, ഒരു ചെവി കൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടാ മതി. തേജു തലയാട്ടി കേട്ടു. ഉണ്ണിയും തേജുവും കൂടി ഓഫീസിലേക്ക് പോയി. മാളിയേക്കൽ അസോസിയേറ്റ്സ് ബോർഡും വായിച്ച് തേജു ഉള്ളിലേക്ക് കയറി. 2-3 മുറികളും ഒരു റീഡിംഗ് റൂമും പിന്നെ കുറേ ഫയലുകളുടെ ഒരു മുറിയും. ഇതായിരുന്നു ഓഫീസ്. മെയിൻ മുറിയിൽ അലക്സ് വക്കീലുണ്ടായിരുന്നു. 50-നോടടുത്ത പ്രായം, ഐശ്വര്യം തുളുമ്പുന്ന മുഖം, തികഞ്ഞ പ്രൗഢിയും. അവൾക്കെന്തോ പേടിയായി തുടങ്ങി. അവൾ ഉണ്ണിയുടെ മറവിൽ നിന്നു. ഉണ്ണി കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. അങ്ങേര് മൂളിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അദ്ദേഹം തല ഉയർത്തി നോക്കി. അവളെ കുറച്ചു സമയം നോക്കി. എന്നിട്ട് ഒരാളെ വിളിച്ചു. അയാൾ ഉള്ളിലേക്ക് വന്നു. അദ്ദേഹം അയാൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. അയാളെല്ലാം തലയാട്ടി ഉണ്ണിയുടെ നേർക്ക് തിരിഞ്ഞു. തല താഴ്ത്തി നിന്നതുകൊണ്ട് തേജു ഒന്നും കണ്ടില്ല. ഉണ്ണി അവൾക്ക് കുറച്ച് ഫയലുകൾ കൊടുത്തു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്ന ചില സുപ്രധാന കേസുകളായിരുന്നു എല്ലാം. അവൾ റീഡിംഗ് റൂമിലിരുന്ന് ആദ്യം മുതൽ നോക്കാൻ തുടങ്ങി. ആദ്യത്തെ ഏതോ ചെറിയ കേസ് ചെക്ക് ബൗൺസ് ആയതായിരുന്നു. 2-3 ചെറിയ ചെറിയ കേസുകൾ. അടുത്ത ഫയൽ എടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ കണ്ണുകൾ 3 പേരുടെ പേരുകളിൽ ഉടക്കി നിന്നു. പ്രതി കുന്നുമ്മേൽ ജോർജ് കുട്ടി, വാദി മാളിയേക്കൽ എബ്രഹാം ജോസഫ്, വാദിഭാഗം വക്കീൽ നിതാര എബ്രഹാം ജോസഫ്, പ്രതിഭാഗം വക്കീൽ മുരളീധര നാടാർ. നിതാര, ജോർജ് കുട്ടി. അല്പനേരം അവൾ അതിൽ തന്നെ നോക്കിയിരുന്നു. പിന്നീട് കേസിനെക്കുറിച്ച് പഠിച്ചു. അതും കഴിഞ്ഞ് അടുത്തടുത്ത കേസുകളെല്ലാം നിതാരയുടെയും ജോർജ് കുട്ടിയുടെയും ആയിരുന്നു. അവൾ തന്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ ഇവരെക്കുറിച്ച് സെർച്ച് ചെയ്തു. ജോർജ് കുട്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, പല വമ്പൻ കോർപ്പറേറ്റ് ഡീലേഴ്സിനും വേണ്ടി ബിസിനസ് നടത്തിക്കൊടുത്ത റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. തേജയ്ക്ക് കണ്ണെല്ലാം വിങ്ങാൻ തുടങ്ങി. അതിലെ ഒരു കേസ് പകുതി വഴിയിലായതായിരുന്നു. ഡേറ്റ് നോക്കി. അവൾക്ക് ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഡേറ്റ് വെച്ചിരുന്നത്. അതിന്റെ വിധിയുടെ പകർപ്പില്ലായിരുന്നു. അവൾ അതെടുത്ത് നേരെ അലക്സിന്റെ ക്യാബിനിലേക്ക് വിട്ടു. അവൾ ആ ഫയൽ അലക്സിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് അവളുടെ സംശയങ്ങൾ നിരത്തി. അലക്സ് അതിലേക്കും അവളെയും മാറി മാറി നോക്കി. ആ കേസിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ട, അലക്സ് ഗൗരവത്തോടെ പറഞ്ഞു. എന്തുകൊണ്ട്? താൻ കേസിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വന്നതാണ്. അപ്പോ അത് മാത്രം അന്വേഷിച്ചാൽ മതി. ആ കേസിന്റെ കാര്യം എനിക്കറിയില്ല. സ്വന്തം ചേട്ടന്റെ മോൾ വാദിച്ച കേസ് അറിയില്ലെങ്കിൽ പിന്നെ സാറെന്തിനാ ഈ സീറ്റിലിരിക്കുന്നത്? അലക്സ് ചാടി എഴുന്നേറ്റു. ഈ കേസിനെ കുറിച്ച് പഠിക്കണ്ട, അത്ര തന്നെ, ഇറങ്ങിപ്പോയിക്കേ. അപ്പോ സാറിന് ജോർജ് കുട്ടിയെ പേടിയായിരുന്നു അല്ലേ? അവൾ കളിയാക്കുന്ന പോലെ ചോദിച്ചു. അലക്സിന് വിറഞ്ഞങ്ങ് കയറി. പെങ്കൊച്ചാണെന്ന് നോക്കില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. മിസ്റ്റർ മാളിയേക്കൽ അലക്സ് ജോസഫ്, ഈ ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതെന്നോട് വേണ്ട. അതങ്ങ് ഇങ്ങേരുടെ പെമ്പർനോത്തിയുടെ അടുത്തേക്ക് വെച്ചാ മതി. അതും പറഞ്ഞ് അവൾ ആ ഓഫീസിൽ നിന്നും ഇറങ്ങി. അലക്സ് അവൾ പറഞ്ഞ വാചകത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. പണ്ട് താൻ നിതയുടെ അടുത്ത് വാദിച്ചു തോൽക്കുമ്പോൾ ദേഷ്യപ്പെടും. അപ്പോൾ അവൾ പറയുന്നതാണിത്. അലക്സ് തേജു പോയ വഴിയെ നോക്കി പറഞ്ഞു, നിത. തേജു പിന്നീടുള്ള ദിവസങ്ങളിൽ മുഴുവനും റീഡിംഗ് റൂമിൽ തന്നെ ചെലവഴിച്ചു. ആരും കാണാതെ ജോർജ് കുട്ടിയുടെ കേസ് ഫയലുകൾ സ്കാൻ ചെയ്തു അവളുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തു. ബാക്കിയുള്ള കേസുകളെക്കുറിച്ച് മാത്രം റിപ്പോർട്ടുണ്ടാക്കി അലക്സിനെ കാണിച്ചു കൊടുത്തു. ഒരു യഥാർത്ഥ വക്കീൽ കേസ് റിപ്പോർട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടായിരുന്നു അത്. അയാൾ അവളെ അഭിനന്ദിച്ചു. എല്ലാവർക്കും അതിശയമായിരുന്നു. അലക്സ് ആരെങ്കിലും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിതാരയെ മാത്രമായിരുന്നു. ഉണ്ണിക്ക് സന്തോഷമായി. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി. 1.5 മാസത്തിനു ശേഷം അവൾ തന്റെ പ്രോജക്റ്റുമായി കോളേജിലേക്ക് പോയി. കോളേജിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. ആ സെമിസ്റ്ററിൽ മാത്രമായിരുന്നു അവർക്ക് പേപ്പർ ഉണ്ടായിരുന്നത്. അവസാനത്തെ സെമ്മിൽ കമ്പനി പ്രോജക്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവൾ ജോർജ് കുട്ടിയെക്കുറിച്ചും അവരുടെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. മക്കളായ ആൽവിനും എബിക്കും പുറകെ പോയി. സകല സോഷ്യൽ മീഡിയയിലും എബിനുണ്ടായിരുന്നു. ഒരസൽ കോഴി. അവനറിയാൻ വേണ്ടി മാത്രം അവൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയെടുത്തു. അവൾ ആക്ടിവേറ്റ് ആയപ്പോൾ തന്നെ എബിൻ റിക്വസ്റ്റ് കൊടുത്ത് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയ ചാറ്റ് പിന്നീട് ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങി. അവൾ കഴിയുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കാതെ നോക്കി. കോളേജിൽ നടക്കുന്ന ആർട്സ് ഫെസ്റ്റിവൽ, പേപ്പർ പ്രസന്റേഷൻ എല്ലാത്തിനും തേജു പങ്കെടുത്തു. ഓണം സെലിബ്രേഷൻ, ദീപാവലി സെലിബ്രേഷനൊക്കെ തിമിർത്താഘോഷിച്ചു. അവളുടെ ഈ ഒരു ക്യാരക്ടർ എല്ലാവർക്കും പുതുമയുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കൽ പോലും അവൾ ഒരു ആഘോഷങ്ങൾക്കും പങ്കെടുക്കാറില്ല, വരാറുപോലുമില്ല.
എത്രയൊക്കെ ആഘോഷങ്ങളുണ്ടായാലും അവൾ പഠിത്തത്തിൽ കാര്യമായി തന്നെ പരിശ്രമിച്ചു. കൂട്ടുകാരുമൊത്ത് പുറത്തു കറങ്ങുന്നത് അവൾ പരമാവധി കുറച്ചു. സകല സമയം അവൾ എബിനും ആൽവിനും പുറകെയായി. അവസാന സെമസ്റ്ററിലെ പ്രോജക്റ്റിനു വേണ്ടി അവൾ മാളിയേക്കൽ ബിൽഡേഴ്സിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് പേപ്പർ വർക്ക് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവൾക്ക് ആ കമ്പനിയിൽ തന്നെ കിട്ടി. അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ആദ്യം എതിർത്തു. പിന്നീട് ഉണ്ണിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ നിന്നും പോകട്ടെ എന്നായി. എന്തായാലും ഒരു വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. മകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അറിയുന്നവരാണ് അവരും. അതുകൊണ്ട് അവർ സമ്മതം മൂളി. പിന്നീടുള്ള 2 മാസക്കാലം അവൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു. പരീക്ഷയെല്ലാം ആത്മവിശ്വാസത്തോടെ എഴുതി. പരീക്ഷ കഴിഞ്ഞ ദിവസം അവൾ കൂട്ടുകാരോടൊത്ത് പുറത്തേക്ക് പോയി. വെറുതെ ഒരു കറക്കമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പിള്ളേരൊക്കെ കൂടി മറുതമലയ്ക്ക് പോയി. വടവള്ളി കഴിഞ്ഞാൽ പിന്നെ അധികം വീടുകളൊന്നുമില്ല. ശരിക്കും ഒരു മലമ്പ്രദേശം. ഇരുഭാഗങ്ങളിലും മരങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി പോയപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റി കണ്ടു. ഏക്കർ കണക്കിന് ചുറ്റപ്പെട്ട യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ മറുതമലയായി. ബസ്സിൽ നിന്നും ഇറങ്ങി. മുകളിലേക്കൊരു കുഞ്ഞു ബസ്സുണ്ട്. അതിൽ കയറി മുകളിലേക്ക് പോയി. ഒരു മിനി പഴനി തന്നെ. സ്റ്റെപ്സ് ഉണ്ടെങ്കിലും തന്റെ ആരോഗ്യം കണക്കാക്കി അവർ അതിലൂടെ മല കയറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും സമയം 5 ആയിരുന്നു. ചെമ്മാനം പൂത്ത സന്ധ്യ. കണ്ണിന് കുളിരേകുന്ന കാഴ്ച. മേലെ അമ്പലത്തിന്റെ മുന്നിലെത്തി ഒന്ന് ചുറ്റുഭാഗവും കണ്ണോടിച്ചു. കോയമ്പത്തൂർ മുഴുവനും കാണാം. പിന്നെ കുറച്ച് മരങ്ങളും. പച്ചയായി കുറേ മരങ്ങൾ. കേരളം പോലെ തന്നെ തോന്നുന്നു. അങ്ങനെ മുരുക ഭഗവാനെ തൊഴുതു. ഗണപതിയെ തൊഴാൻ നിന്നപ്പോഴായിരുന്നു ശ്രദ്ധിച്ചത്. പഞ്ചമുഖ ഗണപതി നവധാന്യങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഗണപതി സ്തുതികൾ എങ്ങും മാറ്റുലി കൊണ്ടു. മലയുടെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു. ആ കുളിർത്തന്നൽ ശരീരത്തിലൂടെ പാഞ്ഞപ്പോൾ എന്തിനോ വേണ്ടി കണ്ണു നിറഞ്ഞു. ഭഗവാനെ ഒരിക്കൽ കൂടി ഒന്ന് തൊഴുതു. മലയിറങ്ങാൻ നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി. നിന്നെ കാണാൻ ഞാൻ ഒരിക്കൽ വരും. എന്റെ ലക്ഷ്യം നിറവേറിയിട്ട് എന്റെ കൂടെ ഉണ്ടാവണം. നരകാസുരനെ വധിക്കാൻ വേണ്ടി നീ ജന്മമെടുത്ത പോലെ എന്റെ ഈ 2ാം ജന്മം ആ ജോർജ് കുട്ടിക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ ശക്തി അത് ചോർന്നു പോകാതെ കൂടെ ഉണ്ടാവണം നീ. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഇനി ഏത് അമ്പലത്തിലേക്കുമുള്ളൂ. ഇനി കളികൾ എറണാകുളത്തു നിന്നും തുടങ്ങണം. അവളും കൂട്ടുകാരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി. ആദിയുടെ മനസ്സിൽ അവളിപ്പോ നല്ലൊരു കൂട്ടുകാരിയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറി. അവൾ ലാപ്ടോപ്പ് തുറന്നു വെച്ചു. എബിന്റെ ഫോട്ടോയിലേക്കും ആൽവിന്റെ ഫോട്ടോയിലേക്കും മാറി മാറി നോക്കി. നമുക്കാദ്യം അപ്പോ കടിഞ്ഞൂൽ പൊട്ടനിൽ നിന്നും തുടങ്ങാം അല്ലേ? സ്വയം അവൾ പറഞ്ഞുകൊണ്ട് ആൽവിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തു. ഒരു വലിയ ചുവന്ന ക്രോസും പിന്നീട് അതിൽ കത്തിയുടെ അടയാളവും ഇട്ടു. ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. എറണാകുളത്തെത്തി ഉണ്ണിയുടെ വീട്ടിൽ തേജു താമസമാക്കി. അടുത്ത ദിവസം അവൾ മാളിയേക്കൽ കമ്പനിയിൽ ഇന്റേണായി ജോയിൻ ചെയ്തു. അവൾക്ക് HR വിങ്ങിലായിരുന്നു പ്രോജക്റ്റ് ശരിയായത്. അതിൽ തന്നെ അവളുടെ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടുവന്നു. ഇടയ്ക്കവൾ വീക്കെൻഡിൽ ജോർജ് കുട്ടിയുടെ വീടിനു ചുറ്റും ഒന്ന് റോന്തു ചുറ്റും. എബിന്റെയും ആൽവിന്റെയും പിന്നാലെ ആയിരിക്കും എന്നും കറക്കം. ഒരു രാത്രി കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന എബിനെ വിളിച്ച് അവൾ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടാക്കി. അവൾ ഹുഡി വെച്ച് മുഖം മറച്ചാണ് അവനെ വീട്ടിലാക്കിയത്. കൂടെ ഒരു കുറിപ്പും എഴുതി വച്ചിരുന്നു. രാവിലെ എബിൻ അത് വായിച്ച ഉടൻ FB തുറന്ന് തേജിനു മെസ്സേജ് ഇട്ടു. കുറിപ്പിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഡീപ്ലി റൂട്ടഡ്. ഇത് വായിച്ച് ചുണ്ടിലൊരു ചിരിയുമായി എബിൻ മെസ്സഞ്ചറിൽ അവൾക്കായി കാത്തിരുന്നു. അന്നവൾ വന്നില്ല. അടുത്ത 2 ആഴ്ചയും ഇത് തന്നെയായിരുന്നു എബിന് പണി. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നില്ല എന്ന് തേജുവിന് മനസ്സിലായി. അപ്പോ എബിന്റെ ഉള്ളിൽ നോം കൂടിയിരിക്കാൻ തുടങ്ങി. മതി, തൽക്കാലം മോൻ കുറച്ച് വെയിറ്റ് ചെയ്യൂട്ടോ. നമുക്ക് നമ്മുടെ ചേട്ടനൊരു ചെറിയ സമ്മാനം കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ മുന്നിൽ വരാം. എന്നാൽ തേജുവിന്റെ ഈ നിരീക്ഷണമെല്ലാം വേറെ 2 കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. തേജു ഓഫീസിൽ തന്റെ മിടുക്ക് കാണിച്ചു തുടങ്ങി. അവരുടെ HR ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പുഷ്ടിപ്പെട്ടു. അവളുടെ നൂതന ആശയങ്ങളോട് അവിടെയുള്ളവർക്ക് നല്ല യോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. തികഞ്ഞ ഒരു ബിസിനസ് പേഴ്സന്റെ കണ്ണോടുകൂടിയാണ് അവൾ ഓരോ പ്രസന്റേഷൻസും ചെയ്തു പോന്നത്. എബ്രഹാം ജോസഫ് മരിച്ചതോടെ കമ്പനി കാര്യങ്ങളെല്ലാം അലക്സും മക്കളുമാണ് നോക്കിയിരുന്നത്. അലക്സിന് 2 മക്കളാണ്. മൂത്തവൾ ജിനു അലക്സ് കെട്ടിച്ചുവിട്ടു. ഇപ്പോൾ ഡൽഹിയിലാണ്. കെട്ടിയവന്റെ ഒപ്പം കുടുംബിനിയായി കഴിയുന്നു. ഒരു മകനുണ്ട്, ഇമ്മാനുവൽ, 2 വയസ്സ്. കെട്ടിയവൻ ബിൻഡോ, പുള്ളിയും വക്കീലാണ്. രണ്ടാമത്തവനാണ് ഓഫീസിൽ കാര്യങ്ങൾ നോക്കുന്നത്, ജിൻഡോ അലക്സ്. അപ്പനെപ്പോലെ മുൻചുണ്ടിക്കാരൻ. ജിൻഡോ MBA കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എബ്രഹാം ഓഫീസിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിധിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിൻഡോ. ജിൻഡോയ്ക്ക് അപ്പനേക്കാളും കുറച്ചുകൂടി അടുപ്പം വല്യപ്പപ്പയോടായിരുന്നു.
എബ്രഹാമിനോട്. അതുകൊണ്ട് എബ്രഹാം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ അവൻ സമ്മതിച്ചു. ഇപ്പോൾ കമ്പനി സിഇഒ ആണ് ജിൻഡോ. ഒരിക്കൽ അലക്സ് ഓഫീസിൽ വരാനിടയായി. ജിൻഡോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തേജു ഓഫീസിലേക്ക് അനുവാദം ചോദിച്ച് കടന്നു വന്നത്. അവൾ ഒരു ഫയൽ കൊടുത്ത് സൈൻ വാങ്ങിച്ചു പോയി. അലക്സിനെ കണ്ട ഭാവം നടിച്ചില്ല. അലക്സിന് അവളെ കണ്ടപ്പോൾ ആശ്ചര്യമായി. ജിൻഡോ, തേജു എന്താ ഇവിടെ? അപ്പന് തേജുവിന് അറിയുമോ? ഞാനെന്ന് പറഞ്ഞില്ലേ, നിധിയുടെ അവസാന കേസ് ഫയൽ പൊക്കി ഒരുത്തി എന്നോട് കയർത്തു എന്ന് അതിവളാണ്. ആണോ? അവൾ പോയ വഴിയെ നോക്കി ജിൻഡോ ചോദിച്ചു. അവൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ അടുത്ത് തന്നെ വരുന്നത്? കോയമ്പത്തൂരിലില്ലാത്ത കമ്പനിയാണോ ഈ എറണാകുളത്തുള്ളത്? എന്തൊക്കെയോ എവിടേക്കോ ചെയ്യുന്നു. നമുക്ക് നോക്കാമപ്പാ. അവളുടെ മേലെ എന്നും ഒരു കണ്ണുണ്ടാവണം. ശരിയപ്പാ, ഏറ്റു. അലക്സ് ഒന്ന് ഇരുന്നിട്ട് തിരിച്ച് അലക്സിന്റെ ഓഫീസിലേക്ക് പോയി. വഴി നീളെ അലക്സ് അവളെക്കുറിച്ചാണ് ആലോചിച്ചത്. ഓഫീസിലിരുന്ന് ജിൻഡോയും. അവളുടെ CV നോക്കിക്കൊണ്ട് ജിൻഡോ ചോദിച്ചു, നീ ആരാണ്? എന്തിനാ നീ ഞങ്ങളെ തേടി വരുന്നത്? 2 ആഴ്ച കഴിഞ്ഞുള്ള ഒരു രാത്രി കളമശ്ശേരി റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ആൽവിന്റെ കാർ ലക്ഷ്യമാക്കി ഒരു വണ്ടി പിന്നാലെ ഉണ്ടായിരുന്നു. തീർത്തും വിജനമായ വഴിയിൽ വെച്ച് ആ കാറിനെ ഒന്ന് നല്ലോണം തഴുകി പിന്നിലുള്ള വണ്ടി പോയി. ആൽവിന്റെ കാർ കീഴ്മേൽ മറിഞ്ഞു. മുന്നിലോട്ട് പോയ വണ്ടി കുറച്ചു ദൂരം പിന്നിട്ട് തീർത്തും ഒറ്റപ്പെട്ട റോഡിൽ നിർത്തി. ഉള്ളിൽ നിന്നും കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഇറങ്ങി. കയ്യിൽ ഒരു വെള്ളത്തിന്റെ ബോട്ടിലുണ്ടായിരുന്നു. അതെടുത്ത് മുഖം നല്ലോണം കഴുകി തിരിഞ്ഞ് വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ പിന്നിലൂടെ വന്ന് ഒരു കൈ ആ കറുത്ത വസ്ത്രധാരിയെ ചുറ്റിപ്പിടിച്ചു. കുതറിക്കൊണ്ട് ഒരു കാൽ ചുറ്റി അയാളെ അടിച്ചു വീഴ്ത്തി. അയാൾ ചാടി എഴുന്നേറ്റു. ആ മുഖമൊന്ന് നേരെ കൊണ്ടുവന്നു. 4 കണ്ണുകളിലും ആശ്ചര്യം. ജിൻഡോ! ജിൻഡോയെ നോക്കി കറുത്ത വസ്ത്രധാരി മൊഴിഞ്ഞു. അവനും തറഞ്ഞുപോയി എതിരെ നിൽക്കുന്ന ആളെ കണ്ടു. തേജു, നീ? അവൾ ചുറ്റും നോക്കി. ജിൻഡോയുടെ പിന്നിലായി ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്നും 2 പേരിറങ്ങി. തേജുവിനെ കണ്ട് വന്നവരുടെ കണ്ണു തള്ളി. റിജുവും മാർട്ടിനുമായിരുന്നു. ജിൻഡോ, നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ആ ആൽവിൻ ആരോ പഞ്ഞിക്കിട്ടു. വരുന്ന വഴിക്ക് ആംബുലൻസിൽ കയറ്റുന്നത് കണ്ടു. വണ്ടിയിൽ നിന്നും വലിച്ചെടുക്കാണ് ചെയ്തത്. നിനക്ക് ആൽവിനെ പഞ്ഞിക്കിട്ടവനെ കാണണ്ടേ? നിൽക്കുന്നു ബ്ലാക്ക് ഡെവിൾ. തേജു ഒന്ന് ചിരിച്ചു. ബ്ലാക്ക് ഡെവിൾ, നല്ല പേര്. അവളെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് 3 എണ്ണത്തിനും കലി കയറി. കുരുത്തം കെട്ടവളെ, വന്ന് വണ്ടി കയറ്. അവളെയും വലിച്ചുകൊണ്ട് ജിൻഡോ കാറിൽ കയറി. മാർട്ടി, നീ ആ കാറെടുത്ത് വീട്ടിലേക്ക് വന്നോ. റിജു, നീ ബൈക്കിൽ വന്നോ. ജിൻഡോ കാറെടുത്ത് വീട്ടിലേക്ക് വിട്ടു. മാളിയേക്കൽ വീട്. നല്ല സ്വർണ്ണലിപിയിൽ ലിഖിതമായ ഭവനം. കാർ വീട്ടിലേക്ക് കടന്നതും അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. അവൾ ഫോണെടുത്ത് ജിത്തുവിന് മെസ്സേജ് ഇട്ടു. ഫോണിൽ കുത്തിക്കൊണ്ട് തന്നെ അവൾ വീട്ടിലേക്ക് കയറി. 2 നില വീടായിരുന്നു. ചുറ്റും പൂക്കളും മരങ്ങളും നിറഞ്ഞ സുന്ദര ഭവനം. അവൾ ചുറ്റും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അകത്തേക്ക് കടന്നതും അലക്സ് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹാളിൽ ചുറ്റും ഫോട്ടോസ് ആയിരുന്നു. അവൾ ഒരു ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. തേജു, വെള്ളം കുടിക്കൂ. റിജുവും മാർട്ടിനും പിന്നാലെ എത്തിയിരുന്നു. മാർട്ടിൻ അവളെ നോക്കി. എടാ റിജു, ഇതല്ലേ നമ്മൾ ഹോസ്പിറ്റലിലാക്കിയ കക്ഷി? ഇവളെങ്ങനെ ഇവിടെ വന്നത്? ആർക്കറിയാം. നീ ആരോടെ എന്ന് കളിച്ചതെന്നറിയുമോ? അവൾ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുത്ത് ജിൻഡോയെ നോക്കി. ശേഷം അലക്സിനെ നോക്കി. അപ്പായി? അലക്സ് പെട്ടെന്ന് മുഖമുയർത്തി. 1.5 വർഷത്തിനു ശേഷം കേൾക്കുന്ന ശബ്ദം. ജിൻഡോയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. അലക്സിന്റെ കണ്ണുകൾ തേജുവിൽ തന്നെ ഉറച്ചുനിന്നു. ജിൻഡോ പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ ഒന്നിനും ഉത്തരം തരുന്നില്ല. അലക്സിനെ നോക്കിക്കൊണ്ട് അവളുടെ കൈ മുകളിലേക്ക് പൊങ്ങി. അവളുടെ കൈ ഹൃദയത്തിലേക്ക് കൊണ്ടുവച്ച് പറഞ്ഞു, നിതാര. അലക്സിന് ഹൃദയം നിലയ്ക്കുന്ന പോലെ തോന്നി. അവൻ എഴുന്നേറ്റ് നിന്ന് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴും അവൾ അവളുടെ കൈകൊണ്ട് ഹൃദയത്തെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിതക്കുട്ടി, മോളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലക്സ് തേജുവിനെ മാറോടണച്ചു. എന്റെ പൊന്നു മോളെ, എന്തിനാടി ഞങ്ങളെ വിട്ടുപോയത്? എന്തിനാ കുറുമ്പി? ഞങ്ങൾ വരുമായിരുന്നല്ലോ നിന്റെ കൂടെ. അപ്പായി? തേജുവിന് വാക്കുകൾ വന്നില്ല. അവളും കരഞ്ഞുപോയി. അവളുടെ ഹൃദയം ഉച്ചിയിലടിച്ചു. അപ്പായി, ഞാൻ നിങ്ങളുടെ നിത അല്ല. പക്ഷേ അവളുടെ ഹൃദയം എന്റെ ആത്മാവിൽ അലിഞ്ഞുപോയി. തേജു അതേ നിൽപ്പിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. അന്ന് നടന്നത് ആക്സിഡന്റ്. അത് വെറുമൊരു ആക്സിഡന്റ് അല്ല, മറിച്ച് നിതയ്ക്കുള്ള കെണിയായിരുന്നു. കെണിയോ? അതെ, കെണി. അവളെ കൊല്ലാൻ വേണ്ടിയാണ് ആ ട്രക്ക് മനഃപൂർവ്വം വന്നിടിച്ചത്. അപ്പായി, നിതയെ കൊന്നതാ. പൊടുന്നനെ അലക്സ് അവളെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി. എന്താ പറഞ്ഞേ? സത്യമാണ് അപ്പായി, നിതയെ കൊന്നതാണ്. സാക്ഷി തേജസ്വിനിയും. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഞാൻ പറയാം.
അന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാനും നിതയുമെല്ലാം കൂടി ബസ്സിൽ കയറി. സെമി സ്ലീപ്പർ കോച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവറിന്റെ തൊട്ടു പിന്നിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നത്. അവൾ വിൻഡോ സീറ്റിലും ഞാൻ തൊട്ടടുത്ത സീറ്റിലുമായിരുന്നു. വണ്ടിയിൽ കയറി കുറച്ചു സമയം കൊണ്ട് തന്നെ ഞാൻ നിതയുമായി കൂട്ടായി. വണ്ടി മുന്നോട്ടു പോകുന്തോറും പിന്നിലൊരു ട്രക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിതയാണ് പറഞ്ഞത്. ഹൊസൂരിലെത്തിയ സമയം ആ ട്രക്ക് ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ഒപ്പത്തിനൊപ്പം പോകുന്ന ട്രക്കും ബസ്സും. ബസ്സിലെ ഡ്രൈവർ മുന്നോട്ടു പോകാൻ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലെ ഡ്രൈവർ പോയില്ല. പകരം അവൻ വീണ്ടും ബസ്സിന്റെ കൂടെ തന്നെ ഓടിച്ചു. നിത വിൻഡോ സീറ്റിലെ കവർ നീക്കിയതേ ഓർമ്മയുള്ളൂ. ഒരു ഇരുമ്പ് ദണ്ട് അവളുടെ തല പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വന്നു. അടുത്ത് ഞാനും. എന്റെ ശരീരത്തിലേക്കാണ് അവൾ വീണത്. എന്നെ അവർ കണ്ടു, ഞാനും അവരെ കണ്ടു. ആ സമയത്ത് തന്നെയാണ് ഡ്രൈവറെ അയാൾ തള്ളുന്നതും വണ്ടി സ്കിഡാവുന്നതും. ട്രക്ക് മുന്നിലോട്ട് പോയി തിരിച്ചു വന്നു. ട്രക്ക് ഇടിച്ച പോലെയാക്കിയും വരുത്തി തീർത്തത്. ഞങ്ങളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴും ആരൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് നിത മരിച്ച കാര്യവും അവളുടെ ഹൃദയമാണ് എന്റെ ഉള്ളിലുള്ളത് എന്നും അറിയുന്നത്. അത്രയും നേരം കണ്ണിൽ വെള്ളം നിറച്ചവൾ പൊടുന്നനെ കണ്ണുകളിൽ ഭാവവ്യത്യാസത്തോടെ പറഞ്ഞു, അവൻ അന്വേഷിക്കുകയായിരുന്നു ഇത്രയും കാലം. കണ്ടുപിടിച്ചു, നല്ലൊരു സമ്മാനവും കൊടുത്തു. അതിനായി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും അപ്പായുടെ ഓഫീസിൽ നിന്നതുമൊക്കെ. ആ ഒരു ചെറിയ സൗഹൃദം മാത്രമേ ഞാനും നിതയും തമ്മിൽ ഉണ്ടായുള്ളൂ എങ്കിലും അവളുടെ സംസാരമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അലക്സും ജിൻഡോയും മുഖത്തോട് മുഖം നോക്കി. ആരാ മോളെ ഞങ്ങളുടെ മോളെ കൊന്നത്? ആൽവിൻ. അവനാണ് ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിച്ചവൻ. ആൽവിനോ? അവൻ തന്നെ. അവന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് മാസങ്ങളായി. മോള് ഞങ്ങളുടെ മോളല്ല. അവളുടെ ഹൃദയം മാത്രമേ നിന്റെ ഉള്ളിലുള്ളൂ. നിന്റെ ആത്മാവ് തേജുവിന്റെയാണ്. അവരെ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരാം. ഇത്രയും കാലം അത് തന്നെയല്ലേ ചെയ്തത്? എന്നിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. തേജു, മിണ്ടരുത്. ഞാൻ അന്ന് ഇവിടെ ഓഫീസിൽ വന്നത് തന്നെ എനിക്ക് ഈ കേസിനെ കുറിച്ച് അറിയാനാണ്. നിക്ക്, ഒരു മിനിറ്റ്. കുറെ നേരമായി നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം എവിടെ? ഞങ്ങളുടെ നിധിയെ കൊന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എങ്ങനെ നീ ഇവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞു? അവൾ ജിൻഡോയെ നോക്കി. ശേഷം ഒന്ന് മൗനമായി നിന്നു. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഞാനൊരിക്കൽ വയ്യാതെയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെയുള്ള ഒരു ഡോക്ടർ സന്തോഷ്, അദ്ദേഹമാണ് എനിക്ക് ഹൃദയം തന്ന ആളെക്കുറിച്ച് പറഞ്ഞത്. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാനും അദ്ദേഹവുമായി നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് നിതയെ കൊന്നതാണെന്ന്. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് അന്നൊരു ഫോൺ കോൾ വന്ന കാര്യം എന്നോട് പറയുന്നത്. ഒരു ഡോക്ടർ വർഗീസ്, എറണാകുളത്ത് ആശ്ര ഹോസ്പിറ്റലിലുള്ള സർജൻ. അയാൾ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ടാണ് സാറിനോട് സംസാരിച്ചത്. പക്ഷെ അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ഡോക്ടറിന് ദേഷ്യമാണ് വന്നത്. നിതയുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ വർഗീസ് ഡോക്ടർ അവളുടെ ജീവനെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്തോ അത് കേട്ടപ്പോൾ സഹിച്ചില്ല. മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ ഫോൺ വെച്ചു. അതിനുശേഷമാണ് എനിക്ക് ഹൃദയം മാറ്റുന്നതും നിതയെയും കൊണ്ട് അപ്പ ഇങ്ങോട്ട് വരുന്നതും അടക്കം കഴിയുന്നതുമെല്ലാം. അപ്പ പിന്നീട് ഒരു കൂട്ടുകാരന്റെ അടുത്തേക്ക് പോയി. മറ്റാരുമായിരുന്നില്ല, സന്തോഷ് ഡോക്ടറിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്കായിരുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വീട്ടിലും വന്നിരുന്നു. അച്ഛൻ പിന്നീടാണ് ആ കാര്യം എന്നോട് പറഞ്ഞത്. ഒരു ദിവസം ഞാൻ ചെക്കപ്പിന് വേണ്ടി പോയപ്പോഴാണ് ഡോക്ടർ എന്നോട് നിതയെക്കുറിച്ച് പറയുന്നത്. അവിടെ നിന്ന് ഞാനും ഡോക്ടറും കൂടി വർഗീസ് ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചു. അവിടെ നിന്നും വഴിതിരിഞ്ഞ് ഞങ്ങൾ എത്തിയത് ദ ഗ്രേറ്റ് ജോർജ് കുട്ടിയിലും. ജോർജ് കുട്ടിയുടെ മക്കളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായത്. നിതയെയും ജോർജ് കുട്ടിയെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതിൽ നിന്നും മനസ്സിലായി ഞാൻ ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു വമ്പൻ സ്രാവിനോടാണെന്ന്. അതുകൊണ്ട് തന്നെ യോഗയും മാർഷ്യൽ ആർട്സുമെല്ലാം പഠിച്ചു. ഇവിടെ എത്താനുള്ള മാർഗം അപ്പോഴാണ് കിട്ടിയത്. എന്റെ മിനി പ്രോജക്റ്റിന് വേണ്ടി ഡോക്ടറിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്നിട്ട് എന്നും ഞാൻ ആൽവിന്റെയും എബിന്റെയും പുറകെയായിരുന്നു. ഒരിക്കലത് ഉണ്ണിയങ്കിൾ കണ്ടുപിടിച്ചു. അങ്കിളിനോടെല്ലാം പറയേണ്ടി വന്നു. അവസാനം അങ്കിൾ നിതയെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു തന്നു. അതുകൂടെ കേട്ടപ്പോൾ തന്നെ എനിക്ക് വാശി കൂടുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും പോയിട്ട് എബിന് കൊടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അവൻ എനിക്ക് തന്നെ റിക്വസ്റ്റ് അയച്ചു. അവൻ വീണു മൂക്കും കുത്തി. വീണ്ടും പ്രോജക്റ്റിന് വേണ്ടി ഇവിടേക്ക് വന്നപ്പോൾ തൊട്ട് എനിക്ക് കൂട്ടായി ജിത്തുവും ഉണ്ടായിരുന്നു. ഞാനും ജിത്തുവും കൂടി ഒരിക്കൽ കുടിച്ച് ലെക്ക് കെട്ട് കാറിലുണ്ടായിരുന്ന എബിനെ വീട്ടിലെത്തിച്ചു. തേജു, നിനക്കറിയില്ല അവരെക്കുറിച്ച്. നീ കളിക്കുന്നത് തീക്കളിയാണ്. നിന്റെ ജീവൻ എന്റെ ജീവൻ, അത് നിതയ്ക്കും കൂടി ഉള്ളതല്ലേ? ജിൻഡോ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നിട്ട് അലക്സിനോട് പറഞ്ഞു, അപ്പാ, ഇവളാണ് ആൽവിൻ ഇടിച്ചത്. ഈശോയെ, എന്താ തേജു ഇത്? കുട്ടിക്കളിയല്ല ഇതൊന്നും. അറിയാം അപ്പായി, ഇതൊരു മരണക്കളിയാണ്.
ആൽവിൻ. അവനൊരു ഗുഡ് ബുക്കാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കഴിഞ്ഞൊരു മാസം വരെ. പക്ഷേ അവനൊരു ചുറ്റിക്കളിയുണ്ട്. ചുറ്റിക്കളി എന്നാ രാത്രി സുഖത്തിന് വേണ്ടി മാത്രം. ജിത്തുവിന്റെ കൂട്ടുകാരനാണ് പറഞ്ഞു തന്നത്. അവൻ സുഖത്തിനായി ഇന്ന് രാത്രി പോകുമെന്നറിയാമായിരുന്നു. അവനു വേണ്ടി ഞാനും ജിത്തുവും അവിടെ കാത്തുനിന്നു. ജിത്തു ശബ്ദം മാറ്റി എബിനെ പോലെ സംസാരിച്ചു. അപ്പൊ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴി അവന്റെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ നന്നായി ചാമ്പിയിട്ടൊന്നുമില്ല. ആംബുലൻസിൽ ആൽവിനെ കയറ്റിയാൽ അതിലുള്ള ഒരാളുടെ കയ്യിൽ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതവന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ടുണ്ടാവും. അതവനെ തളർത്തും എന്നേക്കുമായി. അത്രയെങ്കിലും ചെയ്യണ്ടേ? അവന് ബോധം വന്നാലും മരുന്നിന്റെ എഫക്റ്റ് ഉണ്ടാവും. കൈയും കാലും അനക്കാൻ പറ്റില്ല, കണ്ണു മാത്രമേ അനങ്ങൂ. എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേർക്കായി. റിജുവിന്റെ കണ്ണുകൾ അവളിൽ കുരുങ്ങിക്കിടന്നു. നിനക്കെന്താ മോളെ അവനോട് ഇത്രയും ദേഷ്യം? അത് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചെയ്യുന്ന ഒരു കൂറാണ്. നിത എൻ്റെ ശരീരത്തിലേക്ക് വീഴുമ്പോ ഒന്നേ അവസാനമായി പറഞ്ഞുള്ളൂ, അവളുടെ അപ്പ. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതെല്ലാം നഷ്ടപ്പെടുത്തിയത് അവനല്ലേ? അതുകൊണ്ട് നല്ലൊരു സമ്മാനം കൊടുത്തു. ഇത് പറയുമ്പോൾ തേജുവിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. പിന്നെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ. എൻ്റെ പിന്നാലെ ആരും വരണ്ട. അതാരാ നിന്റെ പിന്നാലെ വരുന്നത്? അത് വരുന്നവർക്കറിയാം. ഞാൻ ഇറങ്ങുന്നു. നീ എങ്ങനെ പോകും? എനിക്ക് വരാൻ അറിയാമെങ്കിൽ തിരിച്ചു പോകാനും അറിയാം. അപ്പോഴാണ് അവിടേക്ക് ജിത്തു വന്നത്. ജിത്തുവിന്റെ അടുത്തേക്ക് അവൾ പോയി. പോകാം, നീ വാ. ജിത്തു. പിന്നിൽ നിന്നും അലക്സ് വിളിച്ചു. ജിത്തു തിരിഞ്ഞു നോക്കി. ഞങ്ങളുടെ മോളെ നോക്കിക്കോണേ. ജിത്തു ചിരിച്ചിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ വീട്ടിലെ അതിഥിയായി വന്നവൾ ഇപ്പോൾ ആ വീട്ടിലെ ഒരു അംഗമാണ്. എൻ്റെ ചങ്ക്. പേടിക്കേണ്ട അങ്കിൾ. ഞാനും എൻ്റെ കൂട്ടുകാരും പിന്നെ ഇവളുടെ കൂട്ടുകാരുമെല്ലാം എന്നും ഉണ്ടാവും. അവളെയും കൂട്ടി അവൻ ഇറങ്ങി.